മാസങ്ങളുടെ നേതാവ് മാത്രമാണ് റമദാൻ, സൃഷ്ടികളുടെ നേതാവല്ല. അപ്പൊ എന്താണ് റമദാൻ? താഴെയാണ്. എന്തുകൊണ്ട്? സൃഷ്ടികളുടെ നേതാവിൻ്റെ താഴെ സമയത്തിന് നേതാവ് വരുള്ളൂ. എന്തുകൊണ്ട്? സമയവും സൃഷ്ടിയാണ്. സമയവും സമയമല്ലാത്തതുമായ സകല സൃഷ്ടികൾക്കും നേതാവായ നേതാവ് ജനറൽ ഓഫ് ഖൽഖ് ഉണ്ട്. അല്ലേ? ആണോ? അല്ലേ? എല്ലോണം ചിന്തിക്കുക. നമ്മൾ നമുക്ക് മടങ്ങിയാൽ രക്ഷപ്പെടാൻ കഴിയും. ഇന്ന് നമ്മൾ ഒരുതരം വഹാബി നോമ്പിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുതരം വഹാബി നോമ്പിലാണ് പോണത്. നേരെ ചിന്തിക്കുക. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഖൽഖിന്റെ സയ്യിദാണ്. നിങ്ങൾ സമ്മതിക്കുമോ? ഫഇന്നഹു അഷ്റഫുൽ ഖൽഖ് വഇന്നഹു അഫ്ളലുൽ ഖൽഖ് വഇന്നഹു സയ്യിദുൽ ഖൽഖ്. ആണോ? അല്ലേ? ഹത്താ അന്നഹു സയ്യിദു ജിബ്രീൽ വമീകാഈൽ വസയ്യിദുൽ മലായിക وفي رواية خلقت الملائكة من نور محمد. മുഹമ്മദ് അഅ്ലാ വഅഗ്ലാ. ഏറ്റവും മേലെയും മുഹമ്മദാണ്. ഏറ്റവും സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വിലയുള്ളത് മുഹമ്മദാണ്. ഏറ്റവും വിലപിടിപ്പുള്ളത് മുഹമ്മദ്. വഅന്നഹു അസ്മൻ, ഏറ്റവും വിലപിടിപ്പുള്ള സാധനം മുഹമ്മദ്. ഏറ്റവും വില കൊടുക്കേണ്ടത് മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു അഅ്ളം, ഏറ്റവും മേലെ മുഹമ്മദാണ്. വഇന്നഹു അഷ്റഫ്, ഏറ്റവും ഷരീഫായ ആൾ മുഹമ്മദാണ്. വഇന്നഹു അഫ്ളൽ, ഏറ്റവും അഫ്ളലായ ആളും മുഹമ്മദാണ്. ورمضان تحت هذه المرتبة فإن رمضان ليس سيد الخلق ولكن سيد الشهور، والشهور والأعوام والكائنات كلها تحت سيد الخلق. ഏതൊരു സാധനം എന്തിൻ്റെ താഴെ വരൂ? സയ്യിദുൽ ഖൽഖിൻ്റെ താഴെ വരുള്ളൂ. ആദ്യം അത് തലേക്കേറ്റി. അത് തലേക്കേറ്റി ആദ്യം. റമദാൻ എന്നത് ഒരു സൃഷ്ടിയാണ്. ആണോ? അല്ലേ? ആണ്. എന്നാൽ സൃഷ്ടികളുടെ നേതാവല്ല റമദാൻ. സൃഷ്ടികളുടെ കൂട്ടത്തിൽ കോടാനക്കോടി ഐറ്റംസ് ഉണ്ട്. അതിൽ സമയമെന്ന ഒരു ഐറ്റമിൻ്റെ നേതാവ് ആണ്, മാത്രമാണ് ആര്? ബസ്. സമയത്തിൽ വേറെയും കുറെ ഇനം തിരിക്കലുണ്ട്. ഇതിന് ഒരു വകുപ്പേ ഉള്ളൂ. സയ്യിദ് ഷുഹൂർ, മാസങ്ങളുടെ നേതാവാണ്. ഇനി വളരെ 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 മൈന്യൂട്ടായി നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇനിയും ഇതിനേക്കാളും പ്രധാനപ്പെട്ട സമയവും ഉണ്ടായേക്കാം. ഇത് മൊത്തം വഖ്തിൻ്റെയും സയ്യിദല്ല, ഷെഹറുകളുടെ സയ്യിദാണ് ആര്? റമദാൻ. അത്രയേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ 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 എവിടെ താഴെ കിടക്കുന്ന സാധനമാണ് എന്ത്? റമദാൻ. ബസ്. അതല്ലാന്ന് പറയാൻ ബുദ്ധി നേരെ നിൽക്കുന്ന ഒരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് അതാദ്യം നീ മനസ്സിലാക്കണം. ഇത് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഗതിയല്ല. ഇത് മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാസമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആളെ തന്നെയാണ് എവിടെയും പരിഗണിക്കേണ്ടത്. പ്രധാനപ്പെട്ട ആളോളം, പ്രധാനപ്പെട്ട സൃഷ്ടിയോളം എന്ത് വരൂല? റമദാൻ വരൂല. അതിനെ മറികടന്ന് നീ പോയാൽ നീ പിഴച്ചു പോവാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച പ്രധാനപ്പെട്ടത് എൻ്റെ ബാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്. ബാപ്പാനെ ഏറ്റിക്കൊണ്ട് നടക്കും. പക്ഷെ ഡയമണ്ട് വാലിയിൽ എത്തിയപ്പോൾ ബാപ്പാനെ അവിടെ ഇട്ടത് എനിക്ക് ഓർമ്മയില്ലാതെ. എൻ്റെ പേര് അമുക്ക് എന്ന് പറയും. ഒരു ഡയമണ്ട് വാലിയിൽ എത്തിപ്പെട്ടു, ഒരു രത്നങ്ങളുടെ താഴ്വരയിൽ എത്തിപ്പെട്ടു. അപ്പം ഈ തോളത്ത് നാരിട്ടു, ബാപ്പാനിട്ടു. പിന്നെ എവിടെ ബാപ്പ അത് കിടക്കണത് എനിക്ക് ഓർമ്മ തന്നെയല്ല. എൻ്റെ പേര് മാന് എന്നല്ല, എൻ്റെ പേര് അമുക്ക് എന്നാണ്. കാരണം നിനക്ക് പ്രധാനം ഡയമണ്ടും അല്ല, ഗോൾഡും അല്ല, സിൽവറും അല്ല. നിന്റെ പ്രധാനം ബാപ്പയാണ്. ബാപ്പാനെ പരിഗണിച്ചിട്ട് പരിഗണിക്കാവുന്നതേ ഉള്ളതൊക്കെ
ബാപ്പയാണ് പ്രധാനം. റമദാൻ എന്നെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല, ബാപ്പ രക്ഷപ്പെടുത്തും. റമദാൻ നിനക്ക് ഒഴിവാക്കാൻ റമദാൻ പറഞ്ഞോടത്ത് തന്നെ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ബാപ്പാനെ ഒഴിവാക്കാൻ ഒരു വകുപ്പില്ല. അൽ-ബഖറ 153 നോമ്പ് വിൽക്കണം. അൽ-ബഖറ 154 ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കണ്ട. അൽ-ബഖറ 185 പിന്നെയും പറഞ്ഞു ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കണ്ട. ഒരിക്കൽ പറഞ്ഞില്ലേ, പിന്നെയും പറഞ്ഞു. ഇലാഹിയായിരിക്കുമ്പോഴാണത്. അയ്യാമു മഅദൂദാത്ത് നിങ്ങൾക്ക് ലോകത്തിലോ നിങ്ങൾ പിന്നെ യാത്രയിലോ ആണെങ്കിൽ മറ്റേതെങ്കിലും ദിവസം നോറ്റാൽ മതിയാവും. ശരി. 184 185 ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഇതെവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടുണ്ട്. 184 ആയത്തിലും എന്ത് പറഞ്ഞു? വമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. فمن كان منكم مريضا أو على سفر فعدة من أيام أخرى 184. ومن كان مريضا أو على سفر فعدة من أيام أخرى 185. മനസ്സിലായില്ല? നോമ്പ് നോക്കാൻ പറഞ്ഞു. എവിടെ? 183. 184 എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അസൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അത് മാറ്റിച്ചോളി. 185 എന്ത് പറഞ്ഞു? അസൗകര്യമുണ്ടെങ്കിൽ മാറ്റിച്ചോളി. 184 ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. 184 ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. 185 വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. 183 നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. 184 ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. 184. 185 വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. 183 നോമ്പ് നോൽക്കൽ നിർബന്ധം പറഞ്ഞു. 184 എന്ത് പറഞ്ഞു? വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, നിങ്ങൾക്ക് സാഹചര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. 184 പിന്നെ 100 കിട്ടിയാൽ മതി. 185 സാഹചര്യം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, മറ്റൊരു കാലത്ത് നിങ്ങൾ 100 വീട്ടിയാൽ മതി. എവിടെയും പറഞ്ഞു. 184 പറഞ്ഞു, 185 പറഞ്ഞു. അതേ സമയത്ത് ഈ പറയുന്ന ആളങ്ങൾക്ക് ഒഴിവാക്കാൻ ഒരു ചാൻസും ഇല്ല. നബിയെ തൽക്കാലം നിങ്ങൾ ഒഴിവാക്കളി എന്നൊക്കെ പറഞ്ഞു. യാത്രയിലാണെങ്കിലും നിങ്ങൾ ലോകത്തിലാണെങ്കിലും നബി വേണ്ട, പിന്നെ രോഗമൊക്കെ മാറി നബിയുടെ അടുത്താണ് ഇന്ന് ഒരായത്ത് ലോകത്തില്ല. അപ്പം മാലാബുദ്ധമിനോ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദാണ്. അതോളം ഒന്നും വരൂല. നബിയോളം ഒന്നും വരൂല. അത് തെറ്റായ വായനയാണ്. ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് തെറ്റായ വായന വായിക്കുക. തെറ്റായ വായനയാണ് ഇന്നത്തെ വായന. തെറ്റായ വായനയാണ്. അതായത് നബി ഒരു വിഷയമല്ല. ഇത് നമുക്ക് ആധുനിക അറബ് രാഷ്ട്രങ്ങളിൽ പണിക്ക് പോയപ്പോൾ അവിടെ നിന്ന് പകർന്നു വന്ന ഒരു റൂഹില്ലാത്ത ദീനിൻ്റെ ഒരു സിമ്പിളാണ് ഇന്നീ കാണുന്നത്. നബിയെ ഒരു പരിഗണനയും നമുക്കില്ല. റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഇല്ല. എന്തുകൊണ്ട്? നബിയുടെ മാസം റമളാനല്ല. നമ്മളെ വീക്ഷണ പ്രകാരം റബീഉൽ അവ്വലാണ്. നബിക്ക് മാസവും ഇല്ല, നബിക്ക് കൊല്ലവും ഇല്ല, നബിക്ക് വഖത്തും ഇല്ല, നബിക്കൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു മാസം, സമയം, സ്ഥലം എന്ന പരിഗണന ആർക്കില്ല. നബിയെ ഉപേക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് ലോകത്തില്ല. നോമ്പ് ഉപേക്ഷിക്കാവുന്ന, നോമ്പ് നോക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു 2 വട്ടം
രണ്ടായത്തിൽ. അപ്പോൾ നബിയെ പോലെ നോമ്പ് ഒരു പ്രധാനമായ സംഗതി അല്ല. നബി നോമ്പ് നിർബന്ധമില്ലേ? ആദ്യം നോമ്പ് നിർബന്ധമാണ്. പക്ഷെ നബിയെ പോലെയല്ല. നബിയെ നമുക്ക് മാറ്റിവെക്കാൻ ഒരു നിർവാഹമില്ല. അവിടെ പെട്ടെന്ന് നമ്മൾ മാറ്റിച്ചാൽ നമ്മൾ തകരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. തലക്ക് കൊടുക്കണം, തലക്ക് കൊടുക്കണം, നല്ലപോലെ തല കൊടുക്കണം. ഈ പറയുന്നത് എല്ലാവരും നോമ്പ് എടുക്കണമല്ലോ. അതുകൊണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി പറയണം. പിന്നെ പറയാൻ കാരണമുണ്ട്. നബി ഒരു വിഷയമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിന്തിക്കണം. അള്ളാഹു തന്നെ നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ഒന്നാമത്തെ റക്അത്തിൽ തറാവീന് ഫാത്തിഹ ഓതിയിട്ട് വേറൊരു സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് വേറൊരു സൂറത്തും, അങ്ങനെ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതിയിട്ട് വേറെ സൂറത്തും. എന്നാൽ ഇടയിലെ ഇരുത്തത്തിൽ ഒന്നെന്നെ ആവർത്തിക്കും. സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ. സുന്നികൾ ആണോ അല്ലേ? അത് അവിടെ തന്നെ ആവർത്തിക്കും. അതിൽ ഇനി ആവർത്തനമല്ല, ഒന്നുമില്ല. ഈ ഇടയിലെ ഇരുത്തം നമ്മുടെ ഇസ്തിറാഹത്താണ്. ഒരു റാഹത്തിലിരിക്കുക. നമ്മൾ റാഹത്ത് ദിക്റുൻ നബിയ. ആണോ അല്ലേ? രണ്ട് റക്അത്ത് കഴിയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് ഫദ്ലൻ മിനല്ലാഹി വ നിഅമ എന്ന് പറയും. ഫദ്ലും നബിയാണ്, നിഅമത്തും നബിയാണ്. മഗ്ഫിറത്തും റഹ്മ എന്ന് പറയും. മഗ്ഫിറത്തിന്റെ സബബും നബിയാണ്, റഹ്മത്ത് ഐനും നബിയാണ്. അത് നബി തന്നെയാണ്. നമ്മൾ ഓരോ ഈ രണ്ട് റക്അത്തിനും 4 റക്അത്തിനും നമ്മൾ ആരിലേക്ക് മടങ്ങും? നബി അല്ലാത്തൊരു പരിപാടിയില്ല. ഇത് നമ്മളെ റാഹത്തുമാണ്. ഇതൊരു തഅബല്ല. സത്യത്തിൽ അത് അധ്വാനല്ലേ? റാഹത്തിന് വേണ്ടിയല്ലേ ഇടയിലൊരിരുത്തം? റാഹത്തിന് വേണ്ടിയല്ലേ ഇടയിലൊരിരുത്തം? അതെ. അവിടെ ഇപ്പം നമ്മൾ പണിയെടുക്കുന്നത് അധ്വാനല്ലേ? ഒരു റാഹത്തിന് പണിയെടുത്ത് ഇരിക്കണോടത്ത് പണിയെടുക്കൽ, ആ പണിയെടുക്കൽ അധ്വാനല്ലേ? മുഅ്മിൻ അത് അധ്വാനല്ല. എന്തുകൊണ്ട്? അത് നബിയാണ്. നബി ഒന്നും അധ്വാനം തന്നെയല്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. 4 റക്അത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളവിടെ ഇരിക്കണില്ലേ? അതല്ലേ തറാവീഹിന്റെ അസ്ൽ തന്നെ. തറാവീഹത്തിന്റെ ബഹുവചനമാണ് തറാവീഹ്. വിശ്രമം എടുക്കൽ എന്നതിൻ്റെ അർത്ഥം. അപ്പൊ പല വിശ്രമം എടുക്കലും എന്തിൽ നടക്കും? തറാവീഹിൽ നടക്കും. ഒരു വിശ്രമം എടുക്കുന്ന വേളയിൽ സത്യത്തിൽ നമ്മൾ വിശ്രമം എടുക്കണില്ല. അതിന്റെ പേരെന്താണ്? വിശ്രമം എടുക്കൽ. ആ വിശ്രമം എടുക്കുന്ന വേളയിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വല്ലു അലൻ നബിയിൽ മുസ്തഫ. അതൊരു അധ്വാനല്ലേ? അധ്വാനാണ്. പക്ഷെ മുഅ്മിൻ അധ്വാനല്ല. മുഅ്മിൻ അത് റാഹത്താണ്. അത് നബിയെ പറ്റി പറയലും ചിന്തിക്കലും അവൻ എന്തല്ല. നിസ്കാര അധ്വാനാണെങ്കിലും ഇത് അധ്വാനല്ല. നിസ്കാരം എന്ന അധ്വാനത്തിന് വിശ്രമം എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഇരിക്കണത്. ആ സമയത്തോ എന്താ ചെയ്യണത്? ഒരു പണിയെടുക്കാണ്. ആ പണിയോന് അധ്വാനല്ല. ഇപ്പം നിങ്ങൾ പണിയെടുത്ത് കുഴങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയൊരു കുറ്റിക്ലാസ് നിറയെ നല്ല എന്തെങ്കിലും സാധനം കുടിക്കാൻ തന്നൊന്ന് സങ്കല്പിക്കുക. നല്ല ഓർലിക്സ് കലക്കിയിട്ട് നല്ല കുറ്റിക്ലാസ് നിറയെ തന്നു. ആ കുറ്റിക്ലാസ് പൊന്തിക്കണം, തൊള്ളേക്കാക്കണം, തൊള്ള തുറക്കണം, കൈ ഇങ്ങനെ പിടിക്കണം. മണികണ്ഠത്തിന് വേദനയാവും. ഇത് ഇങ്ങനെ കുടിക്കണം. അതൊരു അധ്വാനമാണോ? അല്ലേ? പക്ഷേ ഓനത് അധ്വാനമല്ല. എന്തുകൊണ്ട്? അതിൻ്റെ സുഖം അനുഭവിക്കാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നതുപോലെയാണ് ഒരു തിന്നലൊരു അധ്വാനമല്ല, കുടിക്കൽ അധ്വാനമല്ല, സുഖിക്കലൊരു അധ്വാനമല്ല. ഇതുപോലെയാണ് നബി. നബി നമുക്ക് എന്തല്ല അധ്വാനം? നബി നമ്മുടെ ശ്വാസത്തിലേക്ക് വരാണ്. നബിയെ മാറ്റിവെക്കുന്ന എല്ലാം അബദ്ധമാണ്. അത് ഈ അടുത്ത കാലത്ത് അറബ് നാടുകളിൽ നിന്ന് ഈ യമനി പാരമ്പര്യം നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറി വന്നതാണ്. ഇത് സത്യമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. ഇതിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവും. ഇതിൽ വിട്ടുവീഴ്ചയില്ല. ആര്? നബിയിൽ. നിങ്ങളുടെ ഓണം ചിന്തിക്കും. ഞാൻ വീണ്ടും അവിടേക്ക് തിരിച്ചു വരും. അടുത്ത ചോദ്യം, ആരോടാണ് അള്ളാഹു നോമ്പ് വിൽക്കാൻ പറഞ്ഞത്? ആരോടാണ് അള്ളാഹു നോമ്പ് വിൽക്കാൻ പറഞ്ഞത്? അള്ളാഹു പഠിച്ചവനെ, ആരോടാണ് നോമ്പ് വിൽക്കാൻ പറഞ്ഞത്? ആരോടാണ് നോമ്പ് വിൽക്കാൻ പറഞ്ഞത്? മുഅ്മിനീങ്ങൾ. ഓക്കെ അല്ലേ? ശരി, ഓക്കെ, നല്ല മറുപടിയാണ്. അള്ളാഹു നോമ്പ് വിൽക്കാൻ പറഞ്ഞത് ആരോടാ? മുഅ്മിനീങ്ങൾ. ഉറപ്പല്ലേ? അത് ഉറപ്പിക്കും മനുഷ്യന്മാരെ. അള്ളാഹു നോമ്പ് വിൽക്കാൻ പറഞ്ഞ ആരോടാ? മുഅ്മിനീങ്ങളോടാണ്. നോമ്പ് വിൽക്കാൻ പറഞ്ഞ മുഅ്മിനീങ്ങളോടാണ്. യാ അയ്യുഹല്ലദീന
ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ഓക്കേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കാൻ പറഞ്ഞത് മുഅ്മിനീങ്ങളോടാണ്. അല്ലേ? ആണല്ലോ. അല്ലേ? അങ്ങനെയല്ലേ? മുഅ്മിനീങ്ങളോടാണ്. മുഅ്മിനാരാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തിൻ്റെ ഏതു കാര്യത്തെക്കാളും നബിക്ക് പ്രാധാന്യം കൊടുത്തവനെ ആരാകൂ? മുഅ്മിനാകൂ. ഖുർആൻ അഹ്സാബ് അധ്യായം 6-ാമത്തെ ആയത്ത്. അപ്പം അർത്ഥം വെച്ച് നോക്കി. യാ അയ്യുഹല്ലദീന ആമനൂ അർത്ഥം വെക്കി. അർത്ഥം വെക്കി. യാ അയ്യുഹല്ലദീന ആമനൂ അർത്ഥം വെക്കി. ഈ ആയത്ത് കൂട്ടി ഈ ആയത്തിനൊക്കെ അർത്ഥം വെക്കി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് എന്തിനേക്കാളും പ്രധാനപ്പെട്ടത് സ്വന്തം നഫ്സിനേക്കാൾ പോലും. സ്വന്തം നഫ്സിന്റെ എന്തും. എന്റെ നഫ്സിന് നരകം കിട്ടുന്ന ഒരു പണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ നോക്കലിനേക്കാൾ പോലും എനിക്ക് പ്രധാനം എന്താണ്? നബിയാണ്. എൻ്റെ നഫ്സിനെ നരകത്തിന് രക്ഷപ്പെടുത്തുന്ന പണി ഞാൻ എടുത്തു കൊടുക്കുമ്പോഴാണ് നബിനെ വിളിച്ചത്. ഞാൻ ആ പണി എടുക്കാണ്ട് നബിൻ്റെ അടുത്ത് പോകാണ്ട് ഞാൻ എടുത്ത് കൊടുക്കണം. കാരണം നരകൊന്നും എനിക്കൊരു ചുക്കുമല്ല. എനിക്ക് നബി ചോദിച്ചത് അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പോൾ ഓൻ്റെ നരകത്ത് കിടക്കലോ ഓൻ്റെ സ്വർഗം കിട്ടലോ അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ ഒരു നേരം ബാക്കി കിട്ടുകയാണെങ്കിൽ ചെയ്താൽ മതി. ഓനെ ഉസല്ലി ഫർള ളുഹ്രി ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ആ നേരത്തെ നബി വിളിച്ചു. ഇനി ആകട്ടെ 4 റക്അത്തെ നേരമേ ഉള്ളൂ. അപ്പം നബി വിളിച്ചു. എന്താ വേണ്ട? നബിയോട് വിളിച്ചോട്ടെ, എൻ്റെ ളുഹ്ർ നിസ്കാരം കഥയോ അതെന്തിക്കാൻ വേണ്ടോ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന. ളുഹ്ർ കഥയായാൽ നരകത്തിലാവൂലേ? ആയിക്കോട്ടെ, നരകത്തിലോ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിക്കോട്ടെ. വിഷയം നരകല്ല. ആരാണ്? നരകത്തിൽ നിന്ന് എൻ്റെ നഫ്സിനെ രക്ഷപ്പെടുത്തലല്ല എനിക്ക് വിഷയം. എനിക്ക് എൻ്റെ നബിയാണ് വിഷയം. എൻ്റെ നഫ്സിന് നരകം കിട്ടുന്ന രക്ഷപ്പെടുന്നതല്ല എൻ്റെ വിഷയം. എനിക്ക് നബിയാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഞാനീ പറഞ്ഞു കൂടി ആലോചിക്കും. ഒരാൾക്ക് ഇനി ആകെയുള്ളത് ളുഹ്ർ നിസ്കരിക്കാൻ 4 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് റക്അത്താണെങ്കിൽ തന്നെ വേഗം തക്ബീറത്ത് കിട്ടിയാൽ ളുഹ്ർ 4 റക്അത്ത് 4 മിനിറ്റ് കൊണ്ട് അവിടെ ഒപ്പിച്ച് തീർത്തിട്ടു. അപ്പോഴാണ് എന്ത് ചെയ്തത്? അയാൾ സല്ലി ഫർദുൽ ളുഹ്രി 4 റക്അത്ത് മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാൻ ലൈലക അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നേരത്താണ് ഇവിടെ പറഞ്ഞു വിളിച്ചു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നിസ്കാരം കളയാൻ ശിക്ഷ കിട്ടുമല്ലോ. ഓൻ്റെ നഫ്സിന് ശിക്ഷ കിട്ടും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന്. അതാണ് ഓന് വിഷയം. അപ്പം ആര് വിളിച്ചു? നീ വിളിച്ചു. ഞാൻ നിസ്കരിക്കാൻ വേണ്ടത് പോകാൻ വേണ്ടത് പോകണം. എന്ത് കഥയായ നരകം കിട്ടൂലേ? എന്ത് നരകം? എവിടുത്തെ നരകം? എവിടുത്തെ നരകം? എന്ത് നരകം? നരകം ഒന്നുമല്ല. നരകം കിട്ടുന്ന ഓന നഫ്സിനല്ലേ. ഓന നഫ്സിനേക്കാൾ ഓനിക്ക് പ്രധാനം നബിയല്ലേ. മിൻ അൻഫുസിഹിം എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് നബിയെക്കാളും വലിയ ഒരാൾ ഒരു റമളാനും ഇല്ല, ഒരു ശഅബാനും ഇല്ല, ഒരു ശവ്വാലും ഇല്ല, ഒരു മുഹറം 10 ഇല്ല, ഒരു വലിയ നാളും ഇല്ല, ഒരു സംക്രാന്തി ഇല്ല. കണ്ടുന്നത് വഹാബി വായനയാണ്. അവിടുന്ന് കുറച്ച് സാധനം അങ്ങോട്ട് കരക്കടിഞ്ഞു. സമൂസ ചട്ടിപ്പത്തിരി, സമൂസ, മത്തക്ക, ഇതൊക്കെ അങ്ങോട്ട് വന്നു. ഇപ്പം 10-30 കൊല്ലം അതിൻ്റെ അടിയിൽ കൂടെ ഓല കുറച്ച് നോമ്പും നിസ്കാരവും അതുകൊണ്ട് അടിഞ്ഞു. അതാണ് സത്യം. നിങ്ങൾ സൗകര്യം. അപ്പോൾ അല്ലാഹു നോമ്പ് നോൽക്കാൻ പറഞ്ഞാലോടാ? സ്വന്തം നഫ്സിനേക്കാൾ നബിക്ക് പ്രാധാന്യം നൽകുന്നവനാണല്ലോ ആര്? മുഅ്മിൻ. അല്ലാഹു നോമ്പ് നോൽക്കാൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ. സ്വന്തം നഫ്സിനേക്കാൾ നബിക്ക് പ്രാധാന്യം നൽകുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് ഫർളാണ്. ബാക്കിയുള്ള വെറുതെ എള്ളുണങ്ങുന്നത് എണ്ണക്കാണ്. എന്തിനാണ് കൂത്തൻ ഉണങ്ങുന്നത്? ചാക. എന്തിനാണ് കൂട്ടത്തിൽ കൂത്തൻ വെയിലത്ത് കിടക്കുന്നത്? ചത്തുപോകാനല്ലാതെ. എള്ളുണങ്ങിയാൽ എണ്ണ ഇട്ടു, കൂത്തൻ ഉണങ്ങിയാലോ? മുഅ്മിനെ നോമ്പ് നോറ്റാൽ മതി. മുഅ്മിനാരാ? എടാ, ആണുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞതല്ല അതിൻ്റെ അർത്ഥം. ആണുങ്ങളുണ്ടെങ്കിൽ പറയടാ, ഇതല്ല അതിൻ്റെ അർത്ഥം.
നമ്മളെ കുറെ തെറാവിയേരോ കണ്ടിറങ്ങിക്കണല്ലോ ഇപ്പോൾ. പറയും മുഅ്മിനാരാ ഹദീസ് വലായത അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നല്ലോണം ചിന്തിച്ചാൽ നല്ലപോലെ ചിന്തിക്കും. അന്നബിയു നബിയായിട്ടുള്ള മുത്ത് മുഹമ്മദ് മുസ്തഫ അവരാണ് ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ പോലും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നബിയാണ്. അങ്ങനെയുള്ളവരെ ആരാകൂ? മുഅ്മിനാകൂ. അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ. അങ്ങനെയായിട്ടുള്ളവരെ യാ അയ്യുഹല്ലദീന ആമനൂ. അപ്പൊ എന്ത് സ്വന്തത്തെക്കാളും നബിക്ക് പ്രാധാന്യം നൽകുന്ന ജനങ്ങളെ കുത്തിബ അലൈക്കുമുസ് സിയാം നിങ്ങൾ മോചോളി കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അങ്ങനത്തെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. ഓര് നോമ്പ് വെച്ചിരുന്നു. ലഅല്ലക്കും തത്തഖൂൻ. ഓലൊക്കെ മുത്തക്കയായി, നിങ്ങൾ മുത്തക്കയാകാൻ നോക്കി. തിരിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. ആദം അത് നബിക്ക് പ്രാധാന്യം നൽകിയ ആളാ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയും ആദം എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മുനല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന ആളുടെ നൂറാനിയത്ത് എന്നല്ലേ ആദം ഉണ്ടായത്. മുഹമ്മദുൻ അബുൽ അർവാഹ് ആദമു അബുൽ അജ്സാദ്. ജസദിന്റെ ബാപ്പ മാത്രമാണ് ആര്? ആദം. റൂഹിന്റെ ബാപ്പ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾക്ക് നബി പ്രധാനമാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഇളവൊക്കെ ഉണ്ടാവും ചെയ്യും. കാരണം നിങ്ങളാരാ നബിക്ക് പ്രാധാന്യം കൊടുത്തവരാണ്. നിങ്ങൾക്ക് യാത്രക്കാണെങ്കിൽ മുമ്പിൽ കണ്ട നിങ്ങൾക്കൊരാളുണ്ടല്ലോ. ആര്? യേശു. രോഗാണെങ്കിലോ മുമ്പിൽ കണ്ട നിങ്ങൾക്ക് ഏറ്റെടുത്ത ഒരാളുണ്ട്. ആര്? റസൂൽ. നിങ്ങൾ ഒറ്റ കോമ്പുൽക്കാണെങ്കിൽ നിങ്ങൾക്ക് യാത്രയിലൊക്കെ പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ അവിടെ കെട്ടിവെച്ചതാ. ആരിൽ? നബിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു വട്ടം നോമ്പ് വിൽക്കാൻ പറഞ്ഞാൽ 2 വട്ടം നോമ്പ് വിൽക്കണ്ടെന്ന് അല്ലാഹ് പറയും. ഒരു വട്ടം നോമ്പ് വിൽക്കാൻ പറഞ്ഞിട്ട് 2 വട്ടം നോമ്പ് വിൽക്കണ്ടായിരുന്ന ആരെങ്കിലും നോമ്പ് വിൽക്കൂ? നിങ്ങൾ വല്ലതും തരണം കേട്ടോ, പള്ളിക്ക് പണി നടന്നുകൊടുക്കുകയാണെന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ പ്രസിഡന്റ് പറഞ്ഞു ബുദ്ധിമുട്ടുകൾ ആരും തരരുതിട്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്ന് 10 റുപ്യ കിട്ടും. 10 റുപ്യ കിട്ടും. മനസ്സിലായില്ല? അല്ലാഹു തആല നമ്മളോട് ഒരു വട്ടം നോമ്പ് വിൽക്കാൻ പറഞ്ഞു, 2 വട്ടം നോമ്പ് വിൽക്കണ്ടെന്ന് പറഞ്ഞു. ഒക്കെ യാത്രക്കാരാണെങ്കിൽ പിന്നെ ഫമൻകാന മിൻകും മരീളൻ അവിടെ പറഞ്ഞില്ലേ. പിന്നെയും പറയണോ ഫമൻകാന മരീളൻ ഔ അലാ സഫരിൻ. നിങ്ങൾക്ക് ബേജാറാണ്ട് നോമ്പ് യാത്രയല്ലേന്ന് വിചാരിച്ചു, നോമ്പല്ലേന്ന് വിചാരിച്ചു നിങ്ങൾ ബന്ധം വിടൊന്നും വേണ്ട, ഒന്നും ബേജാറാണ്ട. നിങ്ങൾ പ്രത്യേക കൂട്ടരാ. നിങ്ങളാരാ? മുഅ്മിനീങ്ങളാ. മുഅ്മിനീൻ ആരാ? എൻ്റെ നബിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തവരല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മർമ്മമത. നിസ്കാരത്തിൽ തന്നെ മർമ്മം. അവസാനം നിസ്കാരം തന്നെയാ. ഒരാൾക്ക് നിസ്കാരം അമലുകളാണല്ലോ. ഇവരൊക്കെ ആർക്കാ പ്രാധാന്യം കൊടുക്കേണ്ടത്? റസൂലിന്. റസൂലിന് പ്രാധാന്യം കൊടുക്കാതെ ഒരാൾ നിസ്കരിച്ചാലോ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ആ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ നസലത്ത് ഫിൽ മുനാഫിഖീൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്ത് മുനാഫിഖീൻ അവർക്ക് അശദ്ദ അദാവതൻ ലിൽ നബിയിൽ മുസ്തഫ. പുണ്യ നബിയോട് ഏറ്റവും ദേഷ്യമാണ് അവർക്ക്. നബി നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തലതിരിച്ചൊറ്റ പോകണോ? മനസ്സിലായില്ല? നബി അവരെ വിളിക്കുന്ന എന്നെ നബി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോകില്ല. ആര്? മുനാഫിക്ക്. കാരണം മുനാഫിക്ക് നബി വിഷയം തന്നെയല്ല. അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കാരം അങ്ങനെ തന്നെയാണ്, നോമ്പ് അങ്ങനെ തന്നെയാണ്, ഹജ്ജ് അങ്ങനെ തന്നെയാണ്, സക്കാത്ത് അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. നബിയെ താങ്കൾ അവരുടെ ധനത്തിൽ നിന്ന് സക്കാത്തിനെ പിടിക്കുക. തുതഹിറുഹും, എന്നിട്ട് നീ താങ്കൾ അവരെ ശുദ്ധീകരിക്കും. താങ്കൾ ശുദ്ധീകരിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? താങ്കൾ അവരെ ശുദ്ധീകരിക്കുക.
താങ്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, താങ്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മനസ്സിലായില്ല? ആ സദഖയേക്കാൾ പ്രധാനമാണ് താങ്കൾ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു, അത് കാരണം അവർ ശുദ്ധീകരിക്കപ്പെടുന്നു. താങ്കൾ ഖുർആൻ ഓതി ശുദ്ധീകരിക്കുന്നു ഖുർആനല്ല, താങ്കളാണ്. റബ്ബന വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുസക്കിഹിം. ആയത്തുകൾ ഓതും, എന്നിട്ട് അവരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, പ്യൂരിഫിക്കേഷൻ ആരുടെ കയ്യിലേ ഉള്ളൂ? അങ്ങയുടെ കയ്യിലേ ഉള്ളൂ, അങ്ങക്കേ കഴിയുള്ളൂ. അപ്പോൾ റമളാനുൽ മുഹമ്മദിയ എന്ന ഈ വിഷയം മുഹമ്മദിയത്തിലൂടെ വായിക്കണം. അത് വേറൊരു റമളാനാണ്. ആ റമളാനാണ് മുൻഗാമികളുടെ റമളാൻ. അവിടെ നമ്മൾ പുറകോട്ട് പോയി. ഞാൻ ആയത്തിൻ്റെ അർത്ഥം നോക്കിത്തരാം. ആയത്തിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിന് അർത്ഥം പറയാണ്. വൽ മഅന അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്റാ വഅജ്ദറു ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫീ കുല്ലി അംരിൻ മിൻ ഉമൂരി ദീനി വദ്ദുനിയ. ഏത് ദീൻ കാര്യത്തെക്കാളും ദുന്യവി കാര്യത്തെക്കാളും അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നബിയാണ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മറ്റേ ദുന്യാവ് ഓക്കെ, ദീൻ കാര്യം അല്ലാഹു പഠിപ്പിച്ചാലേ. ദീൻ കാര്യത്തെക്കാളും പ്രധാനപ്പെട്ടത് ആരാ? നബിയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിന് ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്ന അർത്ഥം ഞാൻ വിശദീകരിക്കുകയാണ്. റൂഹുൽ ബയാനാണിത്. 7-ാം വാള്യം സൂറത്തുൽ അഹ്സാബ് 6-ാം ആയത്തിന്റെ വ്യാഖ്യാനം. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? ഉറുവിയ അന്നഹു സ്വല്ലല്ലാഹു വൽ മഅന ഒക്കെ പറഞ്ഞിട്ട് ഇല്ല. ഈ ആയത്തിറങ്ങാൻ കാരണം അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ ഗസ്വത തബൂക്ക്. ഏതായത്തിറങ്ങാൻ കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിറങ്ങാനുള്ള കാരണം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് നമുക്ക് തബൂക്കിലേക്ക് പോകണം, യുദ്ധത്തിന് പോകണം എന്ന് കൽപ്പിച്ചു. ഫഅമറ അന്നാസ ബിൽ ഖുറൂജി, എല്ലാവരും രംഗത്ത് വരി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഫഖാല നാസുൻ, അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നുശാവിറു ആബാഅന വ ഉമ്മഹാത്തിന, ഞങ്ങൾ ഉമ്മാനോടും ബാപ്പാനോടും സംസാരിക്കട്ടെ എന്നിട്ട് പറയാം നബി ഞങ്ങൾ പോരുന്നുണ്ടോ അല്ലേ എന്ന്. അപ്പം ഇതങ്ങ് എവിടുത്തെ ഉമ്മക്ക മൂന്നാട് പറഞ്ഞിട്ടുണ്ട്. ആളെന്നെ പറയണെന്ത് എന്തുമ്മ എന്നൊക്കെ പറഞ്ഞ മനസ്സിലാത്ത പോക്കിലേക്ക് നമുക്ക് യുദ്ധത്തിന് പോകണം. ഫഅമറ അന്നാസ ബിൽ ഖുറൂജി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തബൂക്കിലേക്ക് യുദ്ധത്തിന് ഇറങ്ങാൻ കൽപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോൾ തബൂക്ക് യുദ്ധം ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ വന്ന നബിയോട് പറഞ്ഞു. സഹായം തേടിയപ്പോൾ അവരെ ബൈസ്തന്യൻ റോമക്കാർ യുദ്ധത്തിന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ 30,000 പേരുടെ പടയുമായ ഹബീബായ റസൂൽ തബൂക്കിലേക്ക് പോയി. മനസ്സിലായില്ല? അത് വലിയൊരു സംഭവം. യുദ്ധം നടന്നിട്ടില്ല. ബൈസന്യക്കാർ നബി വന്നു എന്ന് പറഞ്ഞപ്പോൾ ബൈസന്യക്കാർ തിരിച്ചുപോയി. അപ്പം ആ സംഭവത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30,000-ഓളം വലിയൊരു പട വരണം. ഒന്ന് ശത്രുവിനെ പേടിപ്പിക്കുക, യുദ്ധമില്ലാതെ തന്നെ അവർ തിരിച്ചു പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലൊക്കെയാണ് അവിടെ ഉദ്ദേശം. എല്ലാവരും ഇറങ്ങി തരാം. വലിയ പ്രയാസമുള്ളൊരു കാലവുമാണത്. ജയ്ഷുൽ ഉസ്ര, ഞെരുക്കത്തിൻ്റെ പട എന്നാണ് തബൂക്ക് യുദ്ധത്തെ പറയും. വലിയ പ്രയാസമാണ്. ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുകടുത്ത വേനൽ ആ കാലത്താണ് തബൂക്കിലേക്ക് പോണത്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറ അന്നാസ ബിൽ ഖുറൂജി, ജനങ്ങളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു, പോവുക. അപ്പോൾ ഫഖാല നാസുൻ, ചില ആളുകൾ പറഞ്ഞു, നുശാവിറു ആബാഅന വ ഉമ്മഹാത്തിന, ഞങ്ങൾ ഞങ്ങളുടെ ബാപ്പാനോടും ഉമ്മനോടും വന്ന് സംസാരിക്കട്ടെ, ഞങ്ങൾ നാളെ വിവരം പറയാം. ഉടനെ റബ്ബുൽ അമീൻ ജിബ്രീൽ ആയത്ത് കൊണ്ടിറങ്ങി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അത് ബാപ്പ നിന്നെക്കാളും നിനക്ക് പ്രധാനം നബിയാണ്. വൽ മഅന, അപ്പോൾ അർത്ഥം എന്തായി? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയാം. വൽ മഅന, അപ്പോൾ അർത്ഥം എന്തായി? അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്റാ വഅജ്ദറു ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവും ഏറ്റവും പ്രധാനപ്പെട്ട ആളുമാണ് മിൻ അൻഫുസിഹിം, അവരുടെ നഫ്സിനേക്കാൾ. ഫീ കുല്ലി അംരിൻ മിൻ ഉമൂരി ദീനി വദ്ദുനിയ. ബാപ്പാനോട് ഒരു കാര്യം മുശാവറ ചെയ്യുക എന്നുള്ള ദീനാണല്ലോ, അല്ലേ? ഉമ്മാനോട് വലിയ ആളല്ലേ. ഞാൻ സുഹ്ബത്ത് ബന്ധപ്പെടാൻ ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആളാരാണ്? ഞാൻ സവസിക്കാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ട ആളാരാണ്? അപ്പോൾ പറഞ്ഞു ഉമ്മക്ക്. സുമ്മ മൻ യാ റസൂലല്ലാഹ് ഉമ്മക്ക്, സുമ്മ മൻ യാ റസൂലല്ലാഹ് ഉമ്മക്ക്, സുമ്മ മൻ യാ റസൂലല്ലാഹ് അബാക്ക്. അപ്പൊ ആദ്യം 3 വട്ടം ഉമ്മാക്ക് നടന്നു, പിന്നെ 1 വട്ടം വാപ്പാക്ക്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആര് തന്നെയാണ്?
ഉമ്മി ബാപ്പയല്ലേ. ഇവരിപ്പോ ഞങ്ങൾ മോശക്കാരനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പെണ്ണുങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കുഞ്ഞാത്തൂനോടും പോയാണ്ട് പെരി പോയി ചോദിച്ചു വരാം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരെന്തേ പറഞ്ഞത്? നുഷാബിറു അബാന ഉമ്മഹാത്തിന, ഞങ്ങൾ ആരോട് ചോദിക്കട്ടെ, അമ്മാനോട് ബാപ്പാനോട് സംസാരിച്ചിട്ട് വരാം നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് ദേഷ്യം പിടിച്ചു. നബി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ബാപ്പാനോട് ചോദിക്കാൻ പോലെ ഉമ്മാനോട് പെരി പോകാൻ പാടുണ്ടോ? പിന്നെ നബി വിട്ടാലല്ലേ പോകാൻ പാടുള്ളൂ. എന്ത് ബാപ്പ എന്തുമ്മ. അപ്പൊ ഈ ആയത്തിറങ്ങി. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്റാ വഅജ്ദർ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫീ കുല്ലി അംരിൻ മിൻ ഉമൂരി ദീനി വദ്ദുനിയ. ഏത് ദീനീ കാര്യമാണെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആര്? നബി. അപ്പൊ നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ടത് ആരാ? വേറെ മനുഷ്യന്മാരെ നബി. മനസ്സിലായോ പറഞ്ഞത്? ഹജ്ജിനേക്കാൾ പ്രധാനപ്പെട്ടത് ആരാണ്? നബി. ഒരാൾക്ക് ദീനം കേടുന്ന തുടങ്ങുമ്പോൾ തന്നെ വേഗം ഹജ്ജിനിങ്ങനെ പുറപ്പെട്ട നേരത്തെ നബി കൊണ്ട് പറഞ്ഞു. ഇനി അടുത്തൊല്ലം പോകാൻ കഴിയുമെന്ന് അറിയില്ല, അല്ല 10 റുപ്യ ഉള്ളത് തീരാനും പോവുകയാണ്. അന്ന് നീ നടക്കൂല. നബി വിളിച്ചു പോകന്നെ. ഒരാൾ നബി വിളിച്ചപ്പോൾ കൂടെ യുദ്ധത്തിന് പോയി. കുറെ പോയ ഇടയിൽ സംസാര മധ്യേ അയാൾ ആരോടോ സംസാരിച്ചു. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി ഹജ്ജിനെ കരുതിയിരുന്നു. അപ്പൊ അത് കൈമാറി ആരടുത്തെത്തി. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്നോട് പറയണ്ടേ, എൻ്റെ ഒപ്പം യുദ്ധത്തിന് വരുന്നതിനേക്കാൾ നല്ലത് പെണ്ണുങ്ങളൊപ്പം അജ്ജിനോലാണ്, പോയിക്കോ. പക്ഷെ അയാൾ ദീനാണ് ചെയ്തത്. എന്തുകൊണ്ട്? നബി വിട്ടാലേ അയാൾ പോകുള്ളൂ. അയാൾ മുമ്മിനാണ്. അയാൾക്ക് പെണ്ണുങ്ങളൊപ്പം അജ്ജിനോലല്ല വിഷയം. ആരാണ്? സംസാര മധ്യ പിന്നെ അയാൾ പറഞ്ഞു പോവുകയാണ്. എന്ത്? യുദ്ധത്തിന് പോവുക. പെണ്ണുങ്ങളൊപ്പം അജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിന് പോവുക. നബി വിളിച്ചല്ലോ, പോകരുത്. അതിനിടയിൽ യാത്ര ചെയ്തു കുറെ. അതിനിടയിലാണ് വിവരം എന്ത് പറയുന്നത്? ഞാൻ അജ്ജിനുണ്ട് പെണ്ണുങ്ങളൊപ്പം കരുതിയിട്ടുണ്ടായിരുന്നു. റസൂൽ അറിഞ്ഞു. റസൂൽ തിരിച്ചയച്ചു. ഈശോട് പറയാത്തോണ്ടാണ്. പക്ഷെ ഈ സ്വഹാബി മുഅ്മിനായ മനുഷ്യനല്ലേ, സ്വഹാബിയല്ലേ, സ്വഹാബിക്ക് എന്തറിയും? പറയേ, ഈ അജ്ജൊന്നൊന്നുമല്ല. വിഷയമാരാണ്? നബിയുടെ കൽപ്പന. മിൻ ഉമൂരി അംരി മിൻ ഉമൂരി ദീനി വദ്ദുനിയ. നിങ്ങളെ ദീൻ കാര്യമാണെങ്കിൽ പോലും നബിയാണ് പ്രധാനം. അപ്പൊ നോമ്പല്ല പ്രധാനം. ആരാണ്? നബി പ്രധാനം. നബിയേക്കാൾ പ്രധാനമൊന്നുമില്ല.